പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ വളരെ പണ്ടാണ്. 1960കളുടെ അവസാനം കേട്ട ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുകയാണ്. മുദ്രാവാക്യം ഏതാണ്ട് ഇതുപോലെയാണ്: കൊല്ലം 2 കഴിഞ്ഞോട്ടെ, പിള്ളേരൊന്ന് വളർന്നോട്ടെ, ചെങ്കോട്ടയിലും ചെങ്കൊടി പാറും, സുന്ദരയ്യ ഇന്ത്യ ഭരിക്കും എന്നാണ്. ഇത് വലിയ ഒരു സ്വപ്നമായിരുന്നു. അത് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായതിനു ശേഷം നമ്മുടെ നാട്ടിലെ ധീരസഖാക്കൾ വിളിച്ചിരുന്ന ഒരു മുദ്രാവാക്യമാണ്. 2 കൊല്ലം കൂടി കഴിയുമ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ മുതിർന്നവരാവും, കുട്ടികൾ യുവാക്കളാവും, യുവാക്കൾ മധ്യവയസ്കിലേക്ക് കടക്കും. അപ്പോഴത്തേക്കും വിപ്ലവത്തിനുള്ള സമയവും, മഹത്തായ ഇന്ത്യൻ വിപ്ലവം പൂർത്തിയാവും. അതോടുകൂടി ചെങ്കോട്ടയിൽ ചെങ്കൊടി പാറും. ഇപ്പോൾ ത്രിവർണ്ണ പതാകയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്ത് അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്ത ആ ചുവന്ന കൊടി അവിടെ പാറിപ്പറക്കും. ഈ ചൈനയിലെ ടിയനൻമെൻ സ്ക്വയറിലും മോസ്കോയിലെ റെഡ് സ്ക്വയറിലുമൊക്കെ പറന്നുകൊണ്ടിരുന്ന അതേ ചെങ്കൊടി തന്നെ നമ്മുടെ ചെങ്കോട്ടയിലും പാറിപ്പറക്കും. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സഖാവ് സുന്ദരയ്യ, പി സുന്ദരയ്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഈ സുന്ദരയ്യ ആയിരിക്കും പിന്നെ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. അപ്പോൾ ഇതായിരുന്നു സ്വപ്നം, ഇതായിരുന്നു സങ്കല്പം. ഇപ്പോൾ ഇത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ നോയിഡയിൽ നടന്ന ഒരു തൊഴിലാളി സമരത്തിൻ്റെ വാർത്ത വായിച്ചപ്പോഴാണ്. നോയിഡ എന്ന് പറഞ്ഞൊരു വ്യവസായ മേഖലയാണ്, ഗൗതം ബുദ്ധ നഗർ ജില്ലയിലുള്ള, ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ നിരവധി തൊഴിൽ സ്ഥാപനങ്ങളുണ്ട്. ഡൽഹിയുടെ ഒരു തുടർച്ച എന്നുകൂടി പറയാം. ഈ തൊഴിൽ സ്ഥാപനങ്ങളിൽ ഒരെണ്ണത്തിൽ എന്തോ കാരണവശാൽ തൊഴിലാളികളും മാനേജ്മെൻറ്റ് തമ്മിൽ തർക്കമുണ്ടായി, കശപിശയുണ്ടായി, തൊഴിലാളികൾ പണിമുടക്കി. ഇതേപോലെ ഉള്ള മറ്റ് 1-2 സ്ഥാപനങ്ങളിലേക്ക് ഈ സമരം വ്യാപിച്ചു. തൊഴിലാളികൾ സംഘടിതരായി തെരുവിലിറങ്ങി ശമ്പളം കൂടുതൽ ആവശ്യപ്പെട്ട് വലിയ പണിമുടക്കും സമരവും സംഘടിപ്പിച്ചു. സമരം തുടക്കത്തിൽ സമാധാനപരമായിരുന്നു, പക്ഷേ അധികം വൈകാതെ അക്രമാസക്തരായ തൊഴിലാളി സഖാക്കൾ തൊഴിൽ സ്ഥാപനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞു. അത്യാവശ്യം ചിലർക്കൊക്കെ പരിക്ക് പറ്റി, ചില കടകളുടെയൊക്കെ കണ്ണാടി തകർന്നു, ചിലയിടത്ത് ഈ യന്ത്ര സാമഗ്രികൾക്ക് കേടുവന്നു. അങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. അതൊന്നും അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല. BJP പറയുന്നത് അതിൻ്റെ പുറകിൽ പാകിസ്ഥാൻ്റെ കരാളഹസ്തങ്ങളുണ്ട്, അതെല്ലാം മാവോയിസ്റ്റുകളാണ്, അർബൻ നക്സലുകളാണ് എന്നൊക്കെയാണ്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഈ സമരത്തിന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമരം തുടരുന്നതിനിടയ്ക്ക് അതുവരെ കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ തന്നെ നടന്നു. ഇത്ര മാത്രം നടന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യില്ല. പക്ഷേ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇത്ര എത്തിയപ്പോഴത്തേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ചില അനിഷേധ്യ നേതാക്കൾ, പ്രത്യേകിച്ച് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി, പിന്നെ നമ്മുടെ രാജ്യസഭാംഗങ്ങളായിട്ടുള്ള ഡോക്ടർ ശിവദാസൻ, പിന്നെ അഡ്വക്കേറ്റ് AA റഹീം, ഇവരുടെ നേതൃത്വത്തിൽ ഒരു CPM ഡെലിഗേഷൻ ഈ ഗൗതം ബുദ്ധ നഗറിലെത്തി, നോയിഡയിലെത്തി, സംഘർഷപൂരിതമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള കളക്ടറെ കാണാനായിട്ട് അനുവാദം ചോദിച്ചു. കളക്ടർ ഇവരെ കുറച്ചു നേരം കാത്തിരുത്തി. വന്നിട്ടുള്ള ആളുകൾ തെക്കേ ഇന്ത്യയിലെ എണ്ണപ്പെട്ട വിപ്ലവകാരികളാണെന്നുള്ള കാര്യമൊന്നും ഈ IAS-കാരനായ അല്ലെങ്കിൽ IAS-കാരിയായിട്ടുള്ള കളക്ടർക്ക് അറിയില്ല. ആരെയാണ് കാത്തിരുത്തുന്നത് എന്നറിയാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ ക്ഷമ കെടുകയും നമ്മുടെ സഖാക്കൾ അവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യിച്ചു. ഇതിൻ്റെ ചിത്രവും വാർത്തയൊക്കെ പത്രത്തിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ രോമാഞ്ചമുണ്ടായി. ഇവിടെ സമരം ചെയ്യാൻ തീരെ നിവൃത്തിയിലുണ്ടാവുള്ളൂ പാവപ്പെട്ട സഖാക്കൾ അങ്ങ് ഡൽഹിയും കടന്ന് നോയിഡയിൽ പോയിട്ട് ഇതുപോലുള്ള സമരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ റഹീമിനാകട്ടെ, ബേബി സഖാവിനാവട്ടെ, അതുമല്ലെങ്കിൽ ശിവദാസൻ സഖാവിനാകട്ടെ, ബാക്കി സഖാക്കൾക്കാവട്ടെ, ഏതെങ്കിലും ഒരു തൊഴിൽ സ്ഥാപനത്തിന് മുമ്പിൽ പോയി സമരം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. എത്രയോ കാലം ശമ്പളം മുടങ്ങിക്കിടന്ന ഒരു സ്ഥാപനമാണ് KSRTC, ഇല്ലേ? ഈ സമീപകാലത്താണ് ശമ്പളം കൊടുക്കാൻ തുടങ്ങിയത്. ഏതെങ്കിലും ഒരു ദിവസം ഈ DYFIക്കാരോ മാർക്സിസ്റ്റ് നേതാക്കന്മാർ ആരെങ്കിലും ഈ ട്രാൻസ്പോർട്ട് ഭവൻ്റെ മുമ്പിൽ തിരുവനന്തപുരത്ത് പോയി സമരം ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്താ സമരം ചെയ്തത്? നമ്മുടെ പാർട്ടി ഭരിക്കുന്ന സ്റ്റേറ്റ് ആയതുകൊണ്ടാണ്. അതുപോലെ എത്രയോ സ്ഥലങ്ങൾ തൊഴിലാളികൾ എന്തൊക്കെ തരത്തിലുള്ള പീഡനം അനുഭവിച്ചു. ഈ ആശാ വർക്കർമാർ എത്ര ദിവസം തിരുവനന്തപുരത്ത് സമരം ചെയ്തു, വെയിലത്തും മഴയത്തുമൊക്കെ സമരം ചെയ്തില്ലേ? ബേബി സഖാവിനൊന്ന് അവിടം വരെ പോയിട്ട് അവരൊന്ന് അഭിവാദ്യം ചെയ്യുക. ഇവർക്ക് മിനിമം വയസ്സ് കൊടുക്കണ്ട. ഇപ്പോൾ കിട്ടിക്കൊണ്ടൊരു ശമ്പളത്തിൽ ഒരു 100 രൂപ കൂട്ടി കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് ആവശ്യപ്പെടാൻ പറ്റുമോ? പറ്റിയില്ല. റഹീം സഖാവിന് പറ്റുമോ? പുള്ളിക്കും പറ്റിയില്ല. ശിവദാസൻ പിന്നെ ഡൽഹിയിൽ സ്ഥിരതാമസക്കാരനായതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് അത് പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഏതെങ്കിലും ഒരു നേതാവ് ഈ ആശാ വർക്കേഴ്സിന്
100 രൂപ വേണ്ട 50 രൂപ കൂട്ടി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. കൊടുക്കാൻ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർ ഏതൊക്കെ രീതിയിൽ പുച്ഛിക്കാമോ, പരിഹസിക്കാമോ, ആക്ഷേപിക്കാമോ, അവഹേളിക്കാമോ, ചവിട്ടി തേക്കാമോ അതെല്ലാം ചെയ്തു, വൃത്തിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നോയിഡയിൽ പോയിട്ട് സമരം ചെയ്യുകയാണ്. അവിടുത്തെ ദുരിതം അനുഭവിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി, മിനിമം വേജ് കിട്ടാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ സമരം ചെയ്യുന്നവരാണ് നമ്മുടെ സഖാക്കൾ എന്ന് കരുതി ഇത് കാണുന്ന നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു അന്തരാളഘട്ടം അധികം വൈകാതെ അവസാനിക്കും. നമ്മൾ ഈ കോവിഡ് കാലത്ത് സ്ഥിരമായിട്ട് എല്ലാവരും പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കാലവും കടന്നു പോകും എന്നാണ്. അപ്പോൾ ഈ കാലം ഉടനെ തന്നെ കടന്നു പോകും. മെയ് 4-ാം തീയതി നമ്മുടെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണം. അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പിണറായിസ്റ്റ് ഭരണം അവസാനിക്കും. പിണറായിസത്തിനും മരുമോനിസത്തിനും ഒട്ടും ഹിതകരമല്ലാത്തൊരു ജനവിധിയാണ് ഈ യന്ത്രത്തിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് യന്ത്രത്തെ കുറ്റം പറയാം, അത് വേറെ കാര്യം. ഞാൻ പറയാൻ വന്നത്, അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ പിന്നെ സഖാക്കൾ എന്ത് ചെയ്യും? അവിടെയാണ് ഞാൻ പറയാൻ വന്നത്. കൊല്ലം 2 കഴിഞ്ഞോട്ടെ, പിള്ളേരൊന്ന് വളർന്നോട്ടെ. പിള്ളേർക്ക് ഇപ്പോൾ വളർന്നു, ഇപ്പോൾ നല്ല പ്രായത്തിൽ നിൽക്കുകയാണ്. മെയ് 4 കഴിഞ്ഞോട്ടെ, സമരം ഞങ്ങൾ വിജയിക്കും. എണ്ണാമെങ്കിൽ എണ്ണിക്കോ, പിന്നെ കള്ളം പറയരുത്. മെയ് 4 കഴിഞ്ഞാൽ പിന്നെ കേരള സംസ്ഥാനത്ത് സമരത്തിൻ്റെ കന്നിമാസമായിരിക്കും. കാരണം എത്തപ്പയുടെ സമരം, ഡിവൈഎഫ്ഐയുടെ സമരം, CITUവിൻ്റെ സമരം, മഹിളാ അസോസിയേഷൻ്റെ സമരം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമരം, അങ്ങനെ അനവധി സമരങ്ങൾ കൊണ്ട് കേരള സംസ്ഥാനം അങ്ങേറ്റ സമ്പന്നവും. മുഖ്യമന്ത്രി VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും, ഇതല്ല ഇനി സാക്ഷാൽ KC വേണുഗോപാലാണെങ്കിലും സമരപാതയിൽ നിന്ന് സഖാക്കളെ പിന്തിരിപ്പിക്കാൻ ആര് വിചാരിച്ചാലും നടക്കുകയില്ല. അതുകൊണ്ട് സമരം ചെയ്യാൻ മറന്നുപോയി എന്നാലും ധരിക്കേണ്ട. മെയ് 4 കഴിഞ്ഞോട്ടെ, സമരം ഞങ്ങൾ വിജയിക്കും. എണ്ണാമെങ്കിൽ എണ്ണിക്കോ, പിന്നെ കള്ളം പറയരുത്.